ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. RJ ബിൻസി ഇപ്പോൾ എയറിലാണ്. ഇപ്പോൾ എയറിലാവാനുള്ള കാരണമായിട്ടുള്ളത് തൻ്റെ അനിയത്തിയായിട്ടുള്ള മറിയ ആ കുട്ടിയിട്ടേക്കുന്ന ഒറ്റ വീഡിയോയിലാണ് ഇപ്പോൾ ബിൻസി എയറിലാവാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. എനിക്ക് പലരും മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ ഇത് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ബിൻസിനെ വിളിച്ചിരുന്നു. അപ്പോൾ ബിൻസിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ അതേപോലെ തന്നെ ബിൻസി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഫസ്റ്റ് മരിയയുടെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്ന അൻസിഫ് മൂൺലൈറ്റ് മീഡിയയിലായിരുന്നു. പിന്നീട് അൻസിഫിന്റെ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ റിമൂവ് ആക്കപ്പെടാനുണ്ടായിരിക്കുന്ന കാരണം ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാം. ആദ്യം തന്നെ ബിൻസി തൻ്റെ അനിയത്തിയായിട്ട് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവരുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ബിൻസി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് കണ്ടു തന്നെ തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്കാനൊന്നും പോകത്തില്ലായിരുന്നേ, പക്ഷെ വീട്ടിലാരും ഇല്ല. അത് കാരണം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? വീട്ടിൽ അച്ഛനും അമ്മ ഇല്ലെങ്കിൽ ചേച്ചി അനിയത്തിക്കായിട്ട് കാണിക്കുന്ന കുരുത്തക്കേടുകൾ കാണില്ലേ? അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നെ കുറേ നേരം പോസ്റ്റ് ആക്കിയതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് മരി എനിക്ക് മാംഗോ ബൽബൊക്കെ വാങ്ങി തന്നു കേട്ടോ. എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് തോട്ട് വെക്കത്ത് വണ്ടിയൊക്കെ നിർത്തി കുറേ നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ച കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ. എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ചേച്ചി അനിയത്തിയും കൂടെ ഇതുപോലെ കുരുത്തക്കേടുകൾ കാണിക്കുന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ പോർഷനിൽ പറയുന്ന സംഭവമില്ലേ, എക്സാക്ട്ലി അതുപോലെ ഒരു കുരുത്തക്കേട് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ബിൻസിയും ആ കുട്ടിക്ക് ഇപ്പം വീട്ടിലെ ചാച്ചന് എടുത്ത് കൊടുത്തേക്കുന്ന ഒരു ബൈക്കിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇപ്പം ആ ഒരു ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് മറിയ ആ കുട്ടിയാണെന്നുള്ളതായിരുന്നു ബിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ ഒരു ഷോറൂമിൽ നടക്കുന്ന ഒരു വീഡിയോ കൂടെ വൈറലായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇത് കഴിഞ്ഞിട്ട് ഇവരിട്ടുണ്ടായിരുന്ന അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവരുടെ എന്താ ബർത്ത്ഡേക്ക് മരിയ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൂടെ ഒന്ന് കാണാം. ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തി മരിയ കൊച്ച്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഇവള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇവള് വരുന്നതിന് മുമ്പുണ്ടല്ലോ എൻ്റെ ലൈഫ് അടിപൊളിയായിരുന്നേ. കുഞ്ഞായിരുന്നെങ്കിലും ചാച്ചൻ്റെ അമ്മയുടെയും കസിൻസിൻ്റെ ഒക്കെ സ്നേഹം എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ മരിയ വന്നതോടുകൂടി എല്ലാവർക്കും അവളെ മതി. പിന്നെ എങ്ങനെയാണ് മരിയ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. ഇന്ന് ഞാനത് റിവീൽ ചെയ്യാം. കൃത്യമായിട്ട് പറഞ്ഞ സംഭവം നടക്കുന്നത് 2004 നല്ലൊരു മഴയുള്ള ദിവസം നട്ടപ്പാതിരിക്ക് പുറത്തൊരു ശബ്ദം കേട്ട് ചാച്ചനും അമ്മ ഇറങ്ങി ചെന്നപ്പോൾ ദേ കിടക്കുന്ന ഒരു കുഞ്ഞുവാവ. ആരും ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞുവാവനെ ചാച്ചനും അമ്മയും ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് എടുത്ത് വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മരിയ കൊച്ചിൻ്റെ അനിയത്തിയായത്. സത്യം പറഞ്ഞാൽ അങ്ങനെ എടുത്ത് വളർത്തിയൊരു കൊച്ചായിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ മരിയ കൊച്ചിനെ കണ്ടിരിക്കുന്നത്. വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. അപ്പൊ ഇന്ന് പറയാൻ വന്നത് മരിയ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. April 23 ബർത്ത്ഡേ. സോ എല്ലാവരും വിഷ് ചെയ്യണേ. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്, എല്ലാവരും നമ്മുടെ മരിയ കൊച്ചിനെ അനിയത്തെ പോലെ തന്നെ കാണണം കേട്ടോ. കള്ളത്തിനാണ് ഗൈസ്. മരിയ വന്ന ഗൈസ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. സംഭവത്തൊക്കെ അവര് ഫണ്ണായിട്ട് ഇട്ടേക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പല സിബ്ലിങ്സ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ട്. നിന്നെ ദത്തെടുത്താൽ അങ്ങനെ സീന് കാര്യങ്ങളൊക്കെ പറയില്ല, അതുപോലെ ഒരു ഫണ്ണായിട്ടൊക്കെ ഇട്ടേക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇതിന് ശേഷം കഴിഞ്ഞ ദിവസം മറിയയുടെ വന്നേക്കുന്ന ആ ഒരു വീഡിയോ അത് അത്ര ഫണ്ണുള്ള ഒരു വീഡിയോ അല്ല. ആ ഒരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം. വീഡിയോ കണ്ട വേഗം മാത്രം എന്റെ ഉപദ്രവിച്ചു. എന്റെ പേര് എന്റെ കഴിവ് കാണിച്ച് പറിച്ചു എന്നെ ഹോസ്പിറ്റലിൽ പോലെ കാണിക്കൊണ്ട് പോയില്ല. ഇവിടെ പാട്ട് വെച്ച് സന്തോഷിച്ചിരിക്കും. കൊച്ചിനെ മുതൽ ഞാനില്ല എന്റെ അനുഭവം വീടുകളെ കാണുമ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മേലെ മുഴുവനും പാടാൻ കൂടുതൽ കണ്ണൊക്കെ പറിച്ചെന്റെ മൂടിയൊക്കെ പിടിച്ചു ആര് വീട് വരെ അടുത്തിട്ടത് എല്ലാം കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്യുന്നവരെ. ഇവിടെ മറിയ ഈ കുട്ടി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പലർക്കും ഒന്നും വ്യക്തമാവണമെന്നില്ല. വ്യക്തമാകാത്തവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറയാം. ഇവിടെ ബിൻസി വീഡിയോക്കകത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ, റിയലി അങ്ങനെയല്ല. ഈ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊക്കെ കടിച്ച് മുറിച്ചേക്കാണ്, മുടിയൊക്കെ പിടിച്ച് വലിച്ച്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സീനൊക്കെയാണ്. ഈ എല്ലാം കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ബിൻസി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് മറിയ ഇവിടെ വന്ന് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ മരിയയുടെ ഈ ഒരു വീഡിയോ വിട്ട് പെട്ടെന്ന് തന്നെയാണെങ്കിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ പിന്നീട് അൻസിഫ് മൂൺലൈറ്റ് മീഡിയയിലായിരുന്നു ഈ ഒരു വീഡിയോ പിന്നീട് റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ പിന്നീട് റിമൂവ് ആക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി തന്നെ പിന്നീട് അൻസിഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് തമാശയ്ക്ക് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്, കയ്യിൽ നിന്ന് പാളിപ്പോയേക്കുന്ന ഒരു സംഭവമാണ്, ഇത് റിമൂവ് ആക്കുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഇത് റിമൂവ് ആക്കപ്പെട്ടേക്കുന്നത്. ഇനി ബിൻസി എന്നോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം.
ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് ഓൾറെഡി ബിൻസി അടുത്ത് പറഞ്ഞു, ഞാൻ ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇതുപോലെ തന്നെ പറയുകയാണ്. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇത് കൺവിൻസ്ഡ് ആവുമെന്നോ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അതായത് അത്ര ഓക്കെ ആയിട്ട് തോന്നണമെന്നൊന്നുമില്ല. അപ്പോൾ ബിൻസി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ നേരെ അവളുടെ അടുത്ത് ചോദിച്ചു, എടി ഫോൺ റെക്കോർഡ് ചെയ്യേണ്ടെന്നുള്ള അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇനി അത് വേറെ കുറേ വിഷയങ്ങളായിട്ട് മാറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. അല്ല, അവൾ പറഞ്ഞ കാര്യം പറയാണ്. അവൾ പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞു, എടാ എനിക്കറിയത്തില്ല, അത് അവളുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. ഇനി അവളുടെ അടുത്ത് വീട്ടിൽ അവളിപ്പോൾ FM എന്തോ ഇരിക്കുമായിരുന്നു, അപ്പോൾ ആ സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു, എടാ ഇനി അത് ചെന്നിട്ട് ഇനി സംസാരിക്കണം, അവളിപ്പോൾ വീട്ടിൽ കിടന്ന മുട്ടൻ കരച്ചിലാണ്, അവരുടെ അമ്മയ്ക്കും അച്ഛനും ആണെങ്കിൽ ഇതുപോലെ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടിരിക്കുകയാണ്, ഭയങ്കര സീനാണ് ഇപ്പം ഇങ്ങനെ ഒരു വിഷയം വന്നതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെടി അതിനകത്ത് അവൾ കൈ ഇങ്ങനെ കടിച്ച് മുറിക്കുന്ന അങ്ങനത്തെ ഒരു സീന് കാര്യങ്ങൾ, പിന്നെ മുടിയൊക്കെ വലിച്ച് ഈ സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതെന്താണ് കൈ അപ്പോൾ അവൾ തന്നെ കടിച്ച് പാടാണെന്ന് ചോദിച്ചപ്പോൾ ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞത്, വീട്ടിലെ പട്ടിയുണ്ട്, ഇനി പട്ടി വല്ല കടിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ അവൾ ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ബിൻസി പറഞ്ഞത്, എടാ എനിക്കറിയത്തില്ല, അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചപ്പോഴത്തേക്കിന് തമാശ കിട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞതെന്നുള്ളതാണ് ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന സംഭവം. ഓക്കെ, ഇത്ര അതായത് തമാശയ്ക്ക് ആ കുട്ടി അങ്ങനെ ഒരു സംഭവം ഇട്ടതാണ്, വെറുതെ ഒരു തമാശ രീതിയിൽ ഇട്ടേക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് അതേപോലെ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന ഒരു വീഡിയോ പിന്നീട് അൻസിഫിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്ത കാര്യമാണെന്ന് അൻസിഫിൻ്റെ അടുത്ത് പറയും, പിന്നീട് അങ്ങനെ റിമൂവ് ആക്കുകയും ചെയ്തു എന്നുള്ള കാര്യമായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിന് മോളെ മരിയ കുട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഫാമിലി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ പബ്ലിക്കിലല്ല ഇത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ടേ. തമാശ രീതിയിലാണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവരാതിരിക്കുക. ഇപ്പൊ ആ കുട്ടീസ് കാണിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കുറെ നാളുകൾക്ക് മുന്നേ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നത് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. അന്ന് ഇതുപോലെ അവർ അടിമഴക്കുണ്ടായിട്ട് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിന് മിഷൻ ഫോർച്യൂണർ എന്നുള്ളൊരു പരിപാടിയായിരുന്നു നമ്മളോട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് എത്തുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് വിചാരിക്കുന്ന ഒരു ഇതാണ്. ഇനി അതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരങ്ങോട്ടും ഇങ്ങോട്ട് അടിയും വഴക്കുണ്ടായതിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതിന്റെ അതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിന്റെ സീന് കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു വീടിക്ക് അതോടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം മരിയ ആ കുട്ടി വന്ന് ഇടുമ്പോഴത്തേക്കിന് കൈ കടിച്ചു പറിച്ചു, മുടി വലിച്ചു കയറി, ഇങ്ങനത്തെ സംഭവം പറയുമ്പോഴത്തേക്കിന് കാണുന്ന ആൾക്ക് ഇത് ഒറിജിനൽ ആയിക്കോട്ടെ അല്ലാത്ത നിങ്ങൾ തമാശയ്ക്കാണോ എന്തും ആയിക്കോട്ടെ, എന്ത് ഗുരുത്തക്കേട് കാണിച്ചായിക്കോട്ടെ, ആൾക്കാരോട് എത്തുമ്പോഴത്തേക്കിന് എന്താ വിചാരിക്കുക, വീട്ടിലൊരു ഡൊമസ്റ്റിക് വയലൻസ് നടന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇതിങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കുട്ടിക്കാലത്ത് ഇതുപോലെ സിബ്ലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അടിനാശ വെള്ളപ്പൊക്കം വീട്ടിലുള്ള മിക്കവാറുള്ള പലരും ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെ വളർന്നിട്ട് ഉണ്ടോമേ വഴക്കുണ്ടാവില്ല എന്നുള്ളതല്ല, വഴക്കുണ്ടായി കഴിയുമ്പോൾ കൊച്ചുനാളത്തെ കൂടുതൽ അങ്ങോട്ട് ഇങ്ങനെ അടിയും വഴക്ക് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കിന് ഇത് പബ്ലിക്കിൽ കൊണ്ടിടുമ്പോൾ ഇത് തമാശ എന്ന രൂപേണ ആണെങ്കിൽ കൂടി ആൾക്കാരോട് എത്തുമ്പോൾ എന്താ വരിക? ഇപ്പം ഇത് ഇവരുടെ വീട്ടിലെ സീൻ ഇപ്പം ഇതാണ്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിന് ബിൻസിയുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് കണ്ടിട്ടാണെങ്കിൽ ഓൾറെഡി ഇവരുടെ കമന്റ് ബോക്സിലൊക്കെ തന്നെ ആണെങ്കിൽ പുള്ളി ചാച്ചൻ ഫേക്ക് ആണ്, അങ്ങനെയാണ്, മറ്റേതും മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലിക്ക് ഭയങ്കര മാസീവായിട്ടുള്ള കുറേ ഹേറ്റ് കമന്റ്സും കാര്യങ്ങളൊക്കെ കുറേ വന്നതിന് ശേഷമാണെങ്കിൽ അവർക്ക് പറ്റുന്നില്ല. ഓൾറെഡി ഇടക്കിടക്ക് ഇവർ ഏറി കയറുന്നുണ്ട്, അവർ ആ ഒരു ഫണ്ട് രീതിയിലൊക്കെ എടുത്തു വിടുന്ന സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടന്ന് പോയിക്കുന്ന ഒരു സംഭവം. കാര്യം സ്വന്തം മോള് തന്നെ അല്ല, ഇത് ബിൻസിയുടെ സ്വന്തം അനിയത്തി തന്നെ കൊണ്ടിട്ടേക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പം ഇത് തമാശ രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞ സാധനമാണ് പറഞ്ഞത്. അപ്പം അവർക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് അങ്ങനെ നെഞ്ചുവേദനയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ ബിൻസിയുടെ അടുത്ത് തന്നെ പറഞ്ഞു, ബിൻസി ഇപ്പോൾ ഇത് ആ കുട്ടി തമാശക്ക് ഈ ഒരു സംഭവം ചെയ്തു എന്നുള്ള സംഭവം ഓഡിയൻസിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കിന് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്താ തോന്നുക, ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ ബിൻസി അടിച്ചു പിടിച്ചു കടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവം ആൾക്കാർ കേൾക്കുമ്പോൾ ആ കുട്ടി തമാശക്ക് ചെയ്തെന്നോ എന്നുള്ള രീതിയിൽ ആൾക്കാർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ആൾക്കാർ ട്രിഗേർഡ് ആവുമായിരിക്കും പലരും. അപ്പം ഇങ്ങനെ തമാശക്ക് ചെയ്തെന്നുള്ള അങ്ങനെ വിചാരിക്കായിരിക്കും. പിന്നെ പലരും ഇത് ബിൻസി ന്യായീകരിക്കാൻ ചെയ്യുന്ന രീതിയിൽ തമാശക്ക് എന്നുള്ള അങ്ങനെ പറയുന്ന പോലെ ആൾക്കാർ ഫീൽ ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ബിൻസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻസി എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ റീൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളുടെ കണ്ടന്റുകളുടെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിലി മാറുമ്പോഴത്തേക്കിന് എപ്പോഴും നമ്മൾ ഹാപ്പി ഫേസസ് ആണ് സോഷ്യൽ മീഡിയയിലോട്ട് എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹാപ്പി ഫേസസ് പ്രസന്റ് ചെയ്യുന്ന സമയത്തേക്ക് കാണുന്ന ഓഡിയൻസിന് എവിടെയെങ്കിലൊക്കെ ഒരു എക്സാജുറേഷൻ ഫീൽ തോന്നിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഓവറാണ് അല്ലെങ്കിൽ ഇവർ ഫേക്ക് ഫേസസ് ആണ് എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നിപ്പോകാം. അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിൽ തോന്നാം. അപ്പം അതൊക്കെ തന്നെയാണ് പലപ്പോഴും ആ ഒരു നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ കമന്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ പല വിഷയങ്ങൾ വരുമ്പോഴത്തേക്കിന് ബിൻസി ചില വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി കുറച്ചുകൂടെ മെച്ചുവേർഡ് ആക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിന് ശേഷം ബിൻസി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ താഴെ കമന്റ് ബോക്സിലും കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു.
കമൻറ്റ് ഡിലീറ്റ് ആക്കല്ലേ ചേച്ചി, 1 മണിക്കൂർ കൊണ്ട് എന്തോരം ലൈക്ക് കിട്ടിയതായിരുന്നു. അനിയത്തിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞിക്കണം. എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് എന്താ ഈ ഹാർട്ട് ഇടയ്ക്ക് കുറേ കമൻറ്റ് ഡിലീറ്റ് ആക്കി ചേച്ചി. ഫോർച്യൂണർ എടുക്കാൻ സിസ് ആയിട്ട് അടി ഉണ്ടാക്കി എന്നറിഞ്ഞു. ഇത് കടിക്കോ? യെസ്, കടിച്ചു പറിക്കും. എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പയ്യെ അനിയത്തി തള്ളി ചതച്ചു അല്ലേ? നീ പോസ്റ്റ് ഇട്ട് നടന്നോ? അനിയത്തിയുടെ പോസ്റ്റ് കണ്ടില്ലേ? എന്തിനാ നീ ആ കൊച്ചിനെ കടിച്ചു പറിച്ചത്? വടിയെടുത്ത് അടിക്കാറുന്നില്ലേ? അനിയത്തി കൊച്ചിനെ കടിച്ചു പറിച്ചു. പണി വരുന്നുണ്ട് ചേച്ചി, സിസ്റ്ററിനെ തല്ലു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ വരുന്നുണ്ട്. ഓട്ടക്കാരൻ്റെ മോൾ തനിക്കണം കാണിച്ചു അല്ലെ? അങ്ങനെയുള്ള കുറേ പുള്ളിക്കാരുടെ ചാച്ചിനും അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ, ഹെയ്റ്റ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഹാപ്പി ഫേസസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു എക്സാജുറേഷൻ ഫീൽ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് ഇത്തരം പല ക്രിയേറ്റേഴ്സിന് വരുന്നൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിന് ശേഷം ബിൻസി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വൈറലല്ല എയറിലാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അത് കുറേ നാൾ മുന്നേ ഇട്ടേക്കുന്ന വീഡിയോ ആണ്. അപ്പം ഈ ഒരു വിഷയം വന്നതിന് ശേഷം ബിൻസി ഇട്ടേക്കുന്ന സ്റ്റോറിയാണ്. ആ സ്റ്റോറി കൂടെ ഞാൻ കൊണ്ട് പ്ലേ ചെയ്യാം. ചേട്ടാ, ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ 1 മില്യൺ അടിച്ചു. 1 മില്യൺ 1 മില്യനാ? ആ, അത് ഞാനാണത്. അത് ചേട്ടാ, അതെ അതെ. ഇത് സംഭവം അനിയത്തി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു. ശേഷം ബിൻസി അതിനെ ഒരു ഫൺ മൂഡിൽ ഏറി കയറിയിരിക്കുന്ന സംഭവം എടുത്ത ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത്. പക്ഷേ ഇപ്പം ആ കുട്ടി, ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനെ മറിയക്കുട്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ കാര്യം ഓർത്തിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണോടാ ഞാൻ ഒന്ന് സമാധാനിപ്പിക്കാൻ, ഇപ്പം എന്താണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞ ദിവസം ബിൻസി ഇട്ടേക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് പലരും ഷെയർ ചെയ്ത് തന്നിരുന്നു, ഇത് ബിൻസി ഇട്ടിട്ട് പിന്നീട് ഡിലീറ്റ് ആക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എനിക്ക് സങ്കടം വന്നു, പാവമുണ്ട്. എല്ലാ നെയ്മർ കരയുന്ന രീതിയായിരിക്കുമായിരുന്നു. ബ്രസീൽ ഫാൻസ് ഇങ്ങനെ ഇരുന്ന് കരയോ? ഇടത്തിന് 3 തൊട്ട് പനി തുടങ്ങിയ കരച്ചിലാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല മോളെ. ഓക്കെ, നെയ്മർ പോയി, ഇനി വെള്ളവിലില്ല. വലിയ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. നെയ്മർ പോകാൻ പറഞ്ഞു, നെയ്മറിന്റെ ആളായിരുന്നു. മരിച്ച വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ എന്റെ ഭാര്യ ഇവിടെ കുത്തിയിരിക്കുന്നു. ഓക്കെ, കഷ്ടോടി, എനിക്ക് സങ്കടം വരുന്നു, പാവം. എനിക്ക് ശരിക്കും സങ്കടം വന്നാ ചെറുക്കന്റെ കരച്ചിലോട്ടോ പോയി ചെറുക്കൻ. ഇതെനിക്ക് ഇൻസ്റ്റയിൽ പലരും അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യം, ബ്രോ നെയ്മർ പുറത്തായിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടില്ലേ, ഇപ്പോഴാണോ ഇവർ ഈ സംഭവം അറിയുന്നത്? ഇതിപ്പം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന ഒരു വീഡിയോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഇങ്ങനത്തെ സംഭവം വരുമ്പം ഇത് കുറച്ച് സീരിയസ് ആണ്. ഇപ്പം ബിൻസി ആണെങ്കിലും പിന്നീട് അങ്ങനെ നമ്മളൊരു ഫണ്ട് രീതിയിൽ ആ ഒരു കാര്യത്തെ എടുത്തിടുമ്പോഴത്തേക്കിന് പിന്നെ പലർക്കും ആ ഒരു ട്രിഗേർഡ് ആവുന്നത് സ്വാഭാവികമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ഫേസസ് പലപ്പോഴും ഇങ്ങനെ കാണിച്ച് ആൾക്കാർക്ക് എവിടെയെങ്കിലൊക്കെ ആ ഒരു എക്സാജറേഷൻ ഫീൽ അടിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിനകത്ത് ആളുകൾ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെ ആൾക്കാർ എടുത്തു എന്നുള്ള സംഭവം വരത്തില്ല. ഇത് പറയുമ്പോഴും ബിൻസിയുടെ അമ്മ മുമ്പൊരിക്കൽ ബിൻസിനെ കുറിച്ച് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഫണ്ണായിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഈ ആർജെ ബെൻസി എന്ന് പറയുന്നവരുണ്ടല്ല, എന്റെ മോളാണ്. ഇവിടെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിന്ന് പറയുന്നുണ്ട്. എല്ലാ ചെറുക്കന്മാരും ഇത് കേട്ടോണം കേട്ടോ. രാവിലെ എഴുന്നേക്കത്തില്ല, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, വീട്ടിൽ നിൽക്കുന്ന കുറച്ചുകൾ പോലും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് പൊട്ടിയടിച്ച് ഇങ്ങനെ അവൾ ഇറങ്ങി വരുന്നത്. അവളെ പോലും ഒരു ഭൂലോക പിശുക്ക് ഈ ലോകത്ത് കാണത്തില്ല. പല്ല് തേക്കുന്ന പേസ്റ്റ് പഠിക്കാൻ പറഞ്ഞ അവള് ഞെക്കിപ്പിച്ചത് നീയൊക്കെ അറിയാതെങ്ങനോട് വഴക്കിട്ടോടില്ല. അവള് തലയെ പറിച്ചോണ്ട് പോകും. ഫോണും തോണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ ഈ കിടപ്പ. ഒരു കട്ടൻ ചായ ഒരു വെക്കാനും ഒക്കെ അറിയത്തില്ല. ഉറക്കത്തിനെക്കാനും വിളിച്ച നിങ്ങളുടെ കാട്ടി തീരുമാനം. കുളിക്കാനായിട്ട് ഒരു സോപ്പ് പോലും സ്വന്തമായിട്ട് അവള് മേടിക്കത്തില്ല. എന്റെ പൊന്നു മക്കളെ, റീലെടുക്കാൻ അറിയാവുന്നവർക്കാണ് മുൻഗണന പറയുന്നത്. അവളുണ്ടല്ല ശരിക്കും കഷ്ടപ്പെടും. പക്ഷെ എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ കെർവിന്റെ അകത്ത് വെള്ളമെല്ലാം നിറച്ച് സ്നാക്സും ഒക്കെ മേടിച്ച് എല്ലാം കെട്ടിപ്പെറുക്കിയാണ് അവള് പോകുന്നത്. അവള് കഥ പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കണം. അതിന്റെ ഇടയ്ക്കെങ്ങാനും എഴുന്നേറ്റ് പോയാ വീണ്ടും തുടക്കം തൊട്ട് നമ്മൾ കേൾക്കണം. 50,000 രൂപയിലോ 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പോകില്ലേട്ടാ. ആർജെ ബിൻസിയുടെ അമ്മയെന്ന നിലയിൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫണ്ട് രീതിയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് പൊക്കോണ്ടിരുന്നതായിരുന്നു. പല വീഡിയോസ് ഒക്കെ അവരുടെ അത്തരത്തിലുള്ള കാണാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഇതുപോലൊരു വീഡിയോ വന്നത്. ഇതൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ആ ഒരു അമ്മയൊക്കെ സംസാരിക്കുന്നതാണെങ്കിൽ അനിയത്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കരഞ്ഞ രീതിയിൽ ആ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കിന് ആൾക്കാരെ പിടിച്ച് എന്താണെങ്കിലും ഏറി കേട്ടിട്ടുണ്ട്. മോളെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം ശരിക്കും വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴക്കം ഉണ്ടാവുമെങ്കിൽ കൂടി അത്തരം സാധനങ്ങൾ ഒരു കാരണവശാലും പബ്ലിക്കിൽ കൊണ്ടിടാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ ശരിക്കും വീട്ടിൽ പ്രശ്നമാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ പ്രശ്നമായിട്ട് ഇത് പബ്ലിക്കിൽ കൊണ്ടിടുമ്പോഴത്തേക്കിന് നഷ്ടം ഈ കൊണ്ടിടുന്ന ആരാണോ അവർക്ക് മാത്രമാണുള്ളത്.
കാര്യം എന്ന് വെച്ചാൽ ഇത് പബ്ലിക്കിലോട്ട് കൊണ്ടിടുമ്പോഴത്തേക്കിന് റിയാക്ട് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സിനും ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഇതൊരു കണ്ടന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നഷ്ടങ്ങൾ ഇത് പബ്ലിക്കിൽ കൊണ്ടിടുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഒപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം നാളെ ഒരിക്കൽ നിങ്ങളിപ്പം ചേച്ചി അനിയത്തിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുല്ലിട്ട് നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആയിട്ട് ജോളിയായിട്ട് നിങ്ങൾ പോകുമായിരിക്കും. ആ പോകുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക്കിൽ കൊണ്ട് ഇട്ടേക്കുന്ന സാധനങ്ങൾ അതുപോലെ അവിടെ കിടക്കും. ഇതാണ് സോഷ്യൽ മീഡിയയുടെ വലിയ പ്രശ്നം. നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫുണ്ട്, അത് നമുക്ക് അത്രയും പ്രേഷ്യസ് ആണ്. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധനം ഇപ്പം അങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ലീഗലി മൂവ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ പബ്ലിക്കല്ല കൊണ്ട് ഇടേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം വിൻസി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എടുക്കുന്ന ഓഡിയൻസിനനുസരിച്ചിരിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ പോകാന്നുള്ളത്. ദയവ് ചെയ്തിട്ട് ഞാൻ ഇനിയും അത് പറഞ്ഞു ഇത് പറഞ്ഞൊന്നും പറയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചേക്കുന്നത്. എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.